ഞാനീ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ ഇതിൽ വലിയ കളിയാണെന്നോ അല്ലെങ്കിൽ കിറുക്കാണെന്നോ ഒരുപക്ഷെ നിങ്ങൾക്കൊരു തോന്നിയേക്കാം ആ വീഡിയോ കാണുമ്പോൾ. പക്ഷേ ഇതിൻ്റെ ലാസ്റ്റ് ഭാഗം പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട് എന്നുള്ളത് കൃത്യമായി നമുക്ക് ഓരോരുത്തരും മനസ്സിലാക്കാൻ പറ്റും. ഒരു നായയെ പിടിച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെയോ വഴിമാറി വന്ന ആളുടെ മുമ്പിൽ പെട്ട നായയോട് കൃത്യമായി അവിടെ വേദം ഓതിക്കൊടുക്കുന്ന ഒരാളെയാണ് നമ്മൾ കാണുന്നത്. അതും വളരെ ഗംഭീരമായിട്ട്. ആ നായ ഇടയ്ക്കൊന്ന് പതറുന്നുണ്ട്. അവസാനം പറയുന്നുണ്ട്, പന്നിയാണോ അല്ല നായിയാണോ വലുത്, അതുമല്ല ഏറ്റവും നല്ല മനുഷ്യനാണോ എന്നുള്ളത്. ഇതൊന്നുമല്ലാത്ത ഏത് മനുഷ്യനാണ് പന്നിയേക്കാൾ അപകടപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ അവനെ എങ്ങനെ കുടുങ്ങിപ്പോകുന്നുള്ളതൊക്കെ ചെറിയൊരു വീഡിയോ ദൃശ്യത്തിലൂടെ അയാൾ കാണിക്കുന്നുണ്ട്. കണ്ടോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. എന്താണെങ്കിലും അവസാനം പറഞ്ഞു വെച്ചത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മെസ്സേജാണെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടോക്കാം. എന്നെയും നിന്നെയും പടച്ച റബ്ബ് നിന്നെ മണ്ണാക്കി കളയുമ്പോൾ ഞങ്ങൾ മൂന്നാളുകളും നാളെ മഹ്ശറ വൻസഭയിൽ കിടുകിടാതി വിറക്കുന്നുണ്ടാകും മോനെ. നിന്നോട് റബ്ബ് ചോദിക്കും, ഓ നായേ, നിന്നെ നായയാക്കി സൃഷ്ടിച്ചതിൽ എനിക്ക് സങ്കടമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നീ എന്താണ് മറുപടി പറയുക എന്നറിയുമോ? അല്ലാഹുവേ, നീ എന്നൊരു പന്നിയാക്കിയില്ലല്ലോ എന്ന്. അപ്പോൾ ആ പന്നിയോട് ചോദിക്കും, അല്ലയോ പന്നിയെ, നിന്നെ പന്നിയാക്കി പറഞ്ഞതിൽ നിനക്ക് സങ്കടമുണ്ടോ? ആ പന്നി പറയുന്ന ഒരു വാക്കുണ്ട്, നീ എന്നെ നിസ്കരിക്കാത്തവരാക്കിയില്ലല്ലോ റബ്ബേ. വ്യതിരിക്തമായിട്ടുള്ള ഒരു മെസ്സേജാണ്. അത് സ്വീകരിച്ച മാർഗവും അതിലേറെ വ്യതിരിക്തമാണ്. എന്താണെങ്കിലും അവസാനം പറഞ്ഞത് ഒരു ഗൗരവമുള്ള കാര്യമാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നിസ്കാരത്തിൻ്റെ ഗൗരവം എത്ര ഉണ്ട് എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ അവതരണ രീതിയെക്കുറിച്ച് നമുക്കത്ര കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിരൂപണങ്ങളൊക്കെ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. എന്താണെങ്കിലും അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. ഈ റമദാനൊക്കെയാണ് വരുന്നത്. നന്നായി ഒരുങ്ങുക. പടച്ചറബിൻ്റെ വിളിക്കുത്തരം എപ്പോഴാണോ നമ്മൾ ചെയ്യേണ്ടതെന്ന് അറിയില്ലല്ലോ. കാത്തിരിക്കാം. അള്ളാഹുവിലേക്കുള്ളൊരു യാത്രയുടെ വഴിമധ്യയാണ് നമ്മളെന്ന് ഓർക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.